രാജ്ഭവന് വഴങ്ങി സംസ്ഥാന സർക്കാർ. സുരക്ഷയ്ക്ക് രാജ്ഭവൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക അംഗീകരിച്ചു. ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഉത്തരവിറക്കി. ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെയാണ് തീരുമാനം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. വിവരങ്ങളുമായി ആർ രാജീവാണ് ചേരുന്നത്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാസമാണ് രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി 6 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവും പുറത്തിറക്കിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ ഉത്തരവ് പുറത്തിറക്കിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഈ ഉത്തരവ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിന് കാരണം ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു, രാജ്ഭവന് മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് ഗവർണർ കടക്കുന്ന ഒരു സാഹചര്യത്തിനിടെയായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടിക റദ്ദാക്കിയത്. ഈ തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ വീണ്ടും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകി. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതിന് ശേഷവും കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് SFI കടന്നു. കേരള സർവകലാശാലയ്ക്കുള്ളിൽ പോലും കടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ രാജ്ഭവൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നടപടികളൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇടത് യുവജന സംഘടനകൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു പോലീസ് സ്വീകരിച്ചു വന്നത്. ഇതോടെയാണ് രാജ്ഭവൻ നിലപാട് കടുപ്പിച്ചത്. വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ വിളിച്ചു വരുത്തുന്നു. തൻ്റെ തീരുമാനം കൃത്യമായി തന്നെ അറിയിക്കുന്നു. അതായത് ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് പോകണം. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. കാരണം ഈ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഇടമാണ് കേരള സർവകലാശാല. അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസുകളിലേക്ക് ഉൾപ്പെടെ കടന്നുകൊണ്ട് SFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകുന്നു. അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇത് തടയാൻ ഈ കേരള സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി ഗവർണർ ചൂണ്ടിക്കാണിച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഗവർണർ മുന്നോട്ട് വച്ചിരുന്നു. ഇതിനുശേഷമാണ് SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ഒടുവിൽ പോലീസിന് ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് യാചിക്കേണ്ട ഒരു ഗതികേടുണ്ടായതും ഈ സാഹചര്യത്തിനിടെ ഈ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വിളിച്ചു വരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാജ്ഭവൻ കടന്നേക്കും എന്ന സൂചനകൾ സർക്കാരിന് ലഭിച്ചിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രി അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഈ രീതിയിൽ പ്രതിഷേധ സമരങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്രസേന സർവകലാശാല സുരക്ഷയ്ക്കെത്താനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകും എന്ന മുന്നറിയിപ്പായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി നൽകിയത്. ഈ ഒരു ഘട്ടത്തിലാണ് പിന്നീട് നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങളൊന്നും കേരള സർവകലാശാലയുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല. അഥവാ പ്രതിഷേധമുണ്ടായാൽ പോലും അത് അക്രമ സ്വഭാവത്തിലേക്ക് വഴിമാറിയിട്ടുമില്ല. ആ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു നിലവിൽ ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. അക്കാര്യമാണ് മുഖ്യമന്ത്രിയെ സംസ്ഥാന പോലീസ് മേധാവി ധരിപ്പിക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ്, അതായത് രാജ്ഭവൻ വീണ്ടും നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതകൾക്കിടെയാണ് നിലവിൽ രാജ്ഭവൻ കൈമാറിയ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടിക ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നത്. 7 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങി. ഗവർണർ ആരെയൊക്കെയാണോ സുരക്ഷയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും ഒരു അനുനയത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയാണ്. ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോവുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് നന്നായിട്ടറിയാം, മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗൗതം, രാജ്ഭവന് വഴങ്ങി സംസ്ഥാന സർക്കാർ. സുരക്ഷയ്ക്കായി രാജ്ഭവൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക അംഗീകരിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. വിശദമായ വിവരങ്ങൾ നൽകിയത് ആർ രാജീവ്.